പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരക്കേറിയ തങ്ങളുടെ ജീവിതത്തിനിടയിലും ദൈവീയ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്ന മിഷണറി ഫാമിലീസിനെ പരിചയപ്പെടുത്തുന്ന AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയുടെ എൻകൗണ്ടർ ആൻഡ് ജേർണി എന്ന ശുശ്രൂഷയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് സിജോയുടെയും ബെറ്റ്സിയുടെയും കുടുംബമാണ്. അവർ ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമയവും കഴിവുമൊക്കെ ദൈവത്തിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് കത്തു ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നു. അവരുടെ മക്കളെയും ദൈവ ശുശ്രൂഷയിൽ വളർത്തുവാൻ അവർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. സിജോ ആൻഡ് ബെറ്റ്സി, എൻകൗണ്ടർ ആൻഡ് ജേർണിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് സിജോ, വൈഫ് ബെറ്റ്സി. ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. മൂത്ത മോൾ ആഷിക ഈ വർഷം കോളേജിലേക്ക് പോകുന്നു. രണ്ടാമത്തെ മോൻ എയ്ഡൻ 7th ഗ്രേഡിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മോൾ ഇസബൽ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്നു. ഞങ്ങൾ US വന്നിട്ട് ഏകദേശം 16 വർഷത്തോളമായി. ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ബെറ്റ്സി ആറിനായിട്ട് വർക്ക് ചെയ്യുന്നു. പരിചയപ്പെടുത്തിയ വളരെ സന്തോഷം. നിങ്ങൾ എങ്ങനെയാണ് AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായെന്നും അത് നിങ്ങളുടെ ആത്മീയ വളർച്ച എങ്ങനെ സഹായിച്ചുവെന്നും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? 2015 ഞങ്ങൾ കമ്മിങ്ങിലോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ജോബി ബ്രദറിൻ്റെ വീട്ടിലൊരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടെന്ന് അറിഞ്ഞു. ഞങ്ങളും ആ കൂട്ടായ്മയെ ജോയിൻ ചെയ്തു. പിന്നെ 2016 അനോയിൻറ്റ് ഫെയർ കാത്തലിക് മിനിസ്ട്രി ഫോം ചെയ്തപ്പോൾ ഞങ്ങളും ആ കൂട്ടായ്മയുടെ ഒരു ഭാഗമായി. ബെറ്റ്സി ആദ്യം മുതലേ ഇൻ്റർസെഷൻ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അനോയിൻറ്റിംഗ് ഫയർ ഇൻ്റർസെഷൻ സെൻറ്ററിലെ വിവിധ ശുശ്രൂഷകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസിൽ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൂത്ത മോള് മ്യൂസിക് മിനിസ്ട്രി ശുശ്രൂഷ ചെയ്യുന്നു. 2018 അഭിഷേകാഗ്നി ശുശ്രൂഷ പോഡ്കാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. അത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും തുടർന്നുകൊണ്ടിരിക്കുന്നു. മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വന്നു. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയോട് കൂടുതൽ അടുക്കുവാനും കുടുംബ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും അതുപോലെ ദശാംശം കൊടുക്കുന്നതിലുള്ള ബോധ്യവും കിട്ടുകയുണ്ടായി. നേരത്തെയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമെങ്കിലും പ്രത്യേകിച്ച് ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കൂടുതൽ അറിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ഓരോരോ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യങ്ങൾ കിട്ടി. വേറൊരു ടോക്കിലെ വിശുദ്ധ ജത്രൂദിൻ്റെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുമെന്നുള്ള ഈശോയുടെ പ്രോമിസ് വിശുദ്ധ ജത്രൂദിന് കിട്ടി. ആ ഒരു ബോധ്യം കിട്ടിയപ്പോഴാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും ഈ പ്രെയർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ആ ബോധ്യങ്ങൾ കിട്ടിയത് ഈ മിനിസ്ട്രി വന്നതിന് ശേഷമായിരുന്നു. അതിനു മുമ്പ് എനിക്കങ്ങനെ അറിയത്ത് പോലും ഇല്ലായിരുന്നു. ഈ ബോധ്യം കിട്ടുമ്പോൾ ഞങ്ങൾ ഫൈനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ ദശാംശം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെയധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് നേരിട്ടറിയാൻ പറ്റി. പ്രത്യേകിച്ചും കോവിഡ് ടൈമിൽ ഞങ്ങളുടെ കമ്പനിയിൽ ലേ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ജോലി പോകുന്നുള്ള അല്ലെങ്കിൽ ജോലി എപ്പോഴും നഷ്ടപ്പെടാമെന്നുള്ളൊരു സങ്കടത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ വർഷം ഫുൾ ബോണസോടുകൂടി ഇൻക്രിമെൻ്റ് കിട്ടി, അതുപോലെ പ്രൊമോഷനും കിട്ടി. അപ്പോൾ എൻ്റെ ഡയറക്ടർ പറയുക പോലും ഉണ്ടായി, എൻ്റെ കമ്പനിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് മാത്രമാണ് ആ വർഷം ഇൻക്രിമെൻ്റ് കിട്ടിയത്. അതൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എനിക്കും അത്ഭുതകരമായി ജോലി കിട്ടി. ഞാനൊരു BSc നേഴ്സാണ്. 15 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ അത്രയും ഗ്യാപ്പ് വരുമ്പോൾ ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് കോഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ 500 hours ക്ലിനിക്കൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പം അതെല്ലാ ഹോസ്പിറ്റലിലും ഒന്നും ബ്രിഡ്ജ് കോഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ ചെയ്യും എന്ന് ആശങ്കപ്പെട്ടിരുന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് കോവിഡിൻ്റെ സമയത്ത് ജോർജിയ ഗവർണർ ടെമ്പററി ലൈസൻസ് ഇഷ്യൂ ചെയ്തത്. എനിക്കും ടെമ്പററി ലൈസൻസ് കിട്ടി. എനിക്ക് വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റി. അത് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മാർക്ക് 10:27 എൻ്റെ കാര്യത്തിൽ അനർത്ഥമായി. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്.
ഇത് വളരെ പ്രകടമായൊരു ദൈവാനുഭവമാണ്. ഇത് കേട്ടപ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദശാംശം കലവറയിലേക്ക് കൊണ്ടുവരിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ, ഞാൻ സ്വർഗ്ഗ കവാടം തുറന്ന് നിങ്ങൾക്കായി അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു ഇടപെടൽ നിങ്ങൾ ബോധ്യപ്പെട്ട് അതുപോലെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. സിജോ ബെറ്റ്സി, പിന്നെ നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ പ്രത്യേകമായിട്ടുണ്ടായ എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ട് ഗ്രീൻ കാർഡ് കിട്ടിയതാണ്. ഞാൻ 12 വർഷമായിട്ട് ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അന്ന് ബാക്ക്ലോഗ് എന്ന് പറയുന്നത് 20 years ആയിരുന്നു. പക്ഷേ അതുപോലെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, മോള് കോളേജിലേക്ക് പോകുന്ന സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗ്രീൻ കാർഡ് ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് 3 times നല്ല ഫീസ് കൂടുതലാണ് സാധാരണ ഇതിനേക്കാളും, സാധാരണ എൻറോൾമെൻറ്റിനേക്കാളും. അപ്പം ഞങ്ങളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതുപോലെ നാട്ടിൽ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, വിസ സ്റ്റാമ്പിങ്, കോൺസുലേറ്റിൽ പോകേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷേ ദൈവം അത് അത്ഭുതകരമായിട്ട് ഇടപെട്ടതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. കോവിഡ് ടൈമിൽ ഗ്രീൻ കാർഡിൻ്റെ സ്ലോട്ട് ഓപ്പൺ ആകുകയും ഞങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ, ഒരു ഡിലേയും കൂടാതെ ഗ്രീൻ കാർഡ് അപ്രൂവ് ആയി കിട്ടുകയും ചെയ്തു. അത് ദൈവത്തിൻ്റെ കൃത്യമായ ഇടപെടലാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇളയ മോള് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ കിട്ടിയൊരു കുഞ്ഞാണ്. ഞാൻ എന്നും ജപമാല ചൊല്ലി, എല്ലാ ദിവസവും മോർണിംഗ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ജപമാലയിൽ ഓരോ ഡിക്കേഡും ഓരോ നിയമങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകമായിട്ട് 2ാമത്തെ ഡിക്കേഡ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് വേണ്ടിയും, അതുപോലെ കുഞ്ഞുങ്ങളെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാനും കർത്താവിനോട് പറയും, ഈശോയെ, എനിക്കും ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ ഹൈ റിസ്ക് പ്രഗ്നൻസി ആയിരുന്നു. അപ്പം അത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു ആശങ്കയൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ കർത്താവിൻ്റെ ഒരു ദർശനം എനിക്കുണ്ടായി. ഈശോ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നീ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നല്ലോ, അപ്പം ആ ജപമാലയിൽ നിനക്കും ഒരു കുഞ്ഞിനെ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് മാതാവ് എന്നോട് പറഞ്ഞു. അപ്പം മാതാവ് തന്നൊരു കുഞ്ഞാണിത്, അതുകൊണ്ട് ഒന്നും ആശങ്കപ്പെടേണ്ട എന്ന് പറഞ്ഞു, ഒരു കുഴപ്പവും ഉണ്ടാവില്ല കുഞ്ഞിനെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ടെൻഷനും ഒന്നുമില്ലായിരുന്നു. പ്രഗ്നൻസി എല്ലാം സ്മൂത്തായിട്ട് പോയി. പക്ഷേ ഒരു പരീക്ഷണം എന്ന പോലെ പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സമയത്ത് കുഞ്ഞിൻ്റെ ഹെഡ് ഡൗൺ ആവുന്നില്ലായിരുന്നു. 2-3 സ്കാൻ ചെയ്തിട്ടും ഡൗൺ ആവുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, അടുത്ത ഒരു സ്കാനോടെ ചെയ്യും, അപ്പോൾ ആ സമയത്ത് ഹെഡ് ഡൗൺ ആയില്ലെങ്കിൽ C-സെക്ഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ആശങ്കയായി. ഞങ്ങൾ അനോയിൻറ്റി ഫയർ ഇൻ്റർസെഷൻ സെൻറ്ററിൽ ആഴ്ച നൈറ്റ് വിജിൽ നടക്കുന്നതായിരുന്നു. ഞങ്ങളവിടെ പോയി പ്രത്യേകമായിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നടന്ന സ്കാനിങ്ങിൽ കുഞ്ഞിന് ഹെഡ് ഡൗൺ ആയി. എനിക്ക് നോർമൽ ഡെലിവറി എന്ന് കർത്താവ് അത്ഭുതകരമായി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു. നിങ്ങളുടെ ജീവിതാനുഭവം വളരെ ഇൻസ്പയറിംഗ് ആണ്. പ്രത്യേകമായിട്ട് ബെറ്റ്സി മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ അത്ഭുതകരമായിട്ട് കുഞ്ഞിനെ ലഭിച്ചു. അതുപോലെ ബെറ്റ്സി 10 വർഷമായിട്ട് ഇൻ്റർസെഷൻ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ ആ മറ്റുള്ളവരുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ പ്രത്യേക അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? ഇൻ്റർസെഷൻ മിനിസ്ട്രിയുടെ തുടക്കം മുതൽ ഞാനുണ്ട്. ഞങ്ങൾ ആദ്യം 4 പേരായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങിയ സമയത്തൊക്കെ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ 1 hour ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുമെന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് എല്ലാം അത്ഭുതകരമായി ക്രമീകരിച്ചു തന്നു. ഞങ്ങൾ മെയിനായിട്ട് ഇൻ്റർസെഷൻ മിനിസ്ട്രിയിൽ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ പ്രെയർ റിക്വസ്റ്റ്, അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷന് വേണ്ടി, അതുപോലെ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലുണ്ടായ വലിയൊരു ദൈവാനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾക്കൊരു പ്രെയർ റിക്വസ്റ്റ് കിട്ടിയായിരുന്നു. അതിന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇടപെട്ട് ആ രോഗിക്ക് സൗഖ്യം കിട്ടി. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓസ്ട്രേലിയയിലുള്ള വ്യക്തിയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തി. ഇതിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന കൂടുതൽ തീക്ഷ്ണമായിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടി. ബെറ്റ്സിയുടെ ഈ അനുഭവം, ദൈവാനുഭവം കേട്ടപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി കൺക്ലൂഡ് ചെയ്യാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ മിനിസ്ട്രിയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരെ ഓരോരുത്തരെയും നിയോഗങ്ങളെ അങ്ങയുടെ തിരുക്കരങ്ങളിലോട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. AFC അറ്റ്ലാന്റ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ബൈ ബൈ.